അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ടവരെ, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അതായത് നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് പേർക്കുണ്ടാകുന്നൊരു സംശയം, നമ്മുടെ നിസ്കാരത്തിൽ റക്അത്തുകളുടെ എണ്ണത്തിൽ സംശയിച്ചാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അതേപോലെ സഹവിൻ്റെ സുജൂദിൻ്റെ രൂപം കൂടി ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈ സംശയമുണ്ടായാൽ എന്ത് ചെയ്യണമെന്നുള്ളതും എപ്പോഴാണ് സഹവിൻ്റെ സുജൂദ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി പറഞ്ഞുതരാം. ഇനി ഇതിനൊക്കെ പുറമെ ഇങ്ങനെ സംശയം വരാതെ നല്ല ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് നിസ്കരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ആവശ്യം കൂടി ഇന്നത്തെ ക്ലാസ്സിലൂടെ തന്നെ നമുക്ക് ചർച്ച ചെയ്യാം. ആദ്യം നമുക്ക് നിസ്കാരത്തിലെ റക്അത്തുകളുടെ എണ്ണത്തിൽ സംശയം വന്നാൽ എന്ത് ചെയ്യണം എന്ന് നോക്കാം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ളുഹ്ർ നിസ്കരിച്ചുകൊണ്ടിരിക്കെ ഒരാൾക്ക് സംശയമാണ്, ഇപ്പോൾ ഞാൻ നിസ്കരിച്ച് 3 റക്അത്തായോ അല്ല 4 റക്അത്തായോ എന്ന സംശയമാണ്. അതല്ല എങ്കിൽ മഗ്രിബ് നിസ്കരിച്ചുകൊണ്ടിരിക്കെ സംശയമാണ്, ഇപ്പോൾ 2 റക്അത്തായോ 3 റക്അത്തായോ എന്ന സംശയമാണ്. അവിടെ നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് ഉറപ്പേതാണോ ഉള്ളത് അതിൽ പിടിക്കാം. 3 or 4 എന്ന് സംശയമായാൽ 3 റക്അത്ത് എന്ന് നമുക്ക് ഉറപ്പാണ്, അപ്പോൾ 3 എന്നതിൽ നമ്മൾ പിടിക്കാം. 4 റക്അത്തുള്ളൊരു നിസ്കാരമാണെങ്കിൽ 1 റക്അത്ത് കൂടി നമ്മൾ നിസ്കരിക്കാം. ഇനി മഗ്രിബിലാണ് ഇങ്ങനെ സംശയം വന്നതെങ്കിൽ 3 എന്നതിൽ പിടിക്കുക. അവിടെ നമ്മൾ നേരെ അത്തഹിയാത്തിനുവേണ്ടി ഇരിക്കുക. കാരണം മഗ്രിബ് നിസ്കാരം 3 റക്അത്താണല്ലോ. അതേ സമയത്ത് ളുഹ്റിലോ അസറിലോ ഇഷായിലോ ആണ് സംശയം വന്നതെങ്കിൽ 3 എന്നതിൽ പിടിക്കാം. 1 റക്അത്ത് കൂടി നിസ്കരിക്കാം. ആവശ്യം മനസ്സിലാക്കാം. ഇനി ഇങ്ങനെ നിസ്കരിക്കുമ്പോൾ നമ്മൾ അടുത്ത റക്അത്തിലേക്ക് ഉണരുന്നതിന് മുന്നേ നമ്മുടെ സംശയം മാറി. ഞാൻ നിസ്കരിച്ചിട്ട് 3 റക്അത്തേ ആയിട്ടുള്ളൂ, 4 റക്അത്ത് ആയിട്ടില്ല എന്ന് സംശയം മാറി. അങ്ങനെ സംശയമില്ലാതെയാണ് നമ്മൾ അടുത്ത റക്അത്തിലേക്ക് ഉണർന്നതെങ്കിൽ നമ്മൾ ആ 1 റക്അത്ത് പൂർത്തിയാക്കിയാൽ മാത്രം മതി. അവസാനം സഹവിൻ്റെ സുജൂദ് ചെയ്യേണ്ടതില്ല. ഇനി ഒരാൾ സംശയത്തോടെ കൂടെ ഉണർന്നു, 3 or 4 എന്ന സംശയത്തോടെ കൂടെ ഉണർന്നു. അതിന് ഉണർന്നതിന് ശേഷം അവനിക്ക് ഉറപ്പായി ഞാൻ നിസ്കരിച്ച് 3 ആയിട്ടുള്ളൂ, ഇതെൻ്റെ 4ാമത്തെ റക്അത്താണെന്ന് ഉറപ്പായി. പക്ഷെ അവൻ ഉണർന്നത് സംശയത്തോടു കൂടിയായിരുന്നു. എങ്കിലും അവനിക്ക് സഹവിൻ്റെ സുജൂദ് ചെയ്യുക എന്നുള്ളത് സുന്നത്താണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിസ്കാരത്തിൽ റക്അത്തുകളുടെ എണ്ണത്തിൽ സംശയമായാൽ അതിൽ ഉറപ്പുള്ളത്, അതായത് ചുരുങ്ങിയതിൽ നമ്മൾ പിടിക്കുകയും 1 റക്അത്ത് കൂടി നിസ്കരിക്കുകയും അവസാനം സഹവിൻ്റെ സുജൂദ് ചെയ്യുകയും വേണം. ഇനി ഒരാൾ സഹവിൻ്റെ സുജൂദ് ചെയ്യാതെ സലാം വീട്ടിയാലും നിസ്കാരമൊക്കെ ശരിയാകും. ഇനി ഇത്തരം ഒരു ഘട്ടത്തിൽ സഹവിൻ്റെ സുജൂദ് ചെയ്യുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താണ്. ആവശ്യം മനസ്സിലാക്കാം. അപ്പോൾ എങ്ങനെയാണ് സഹവിൻ്റെ സുജൂദ് ചെയ്യേണ്ടത്? അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ അവസാനം അത്തഹിയാത്തിന് വേണ്ടി ഇരിക്കും. അപ്പോൾ അത്തഹിയാത്തും ശേഷമുള്ള സ്വലാത്തും ദുആവും നമ്മൾ ചൊല്ലാം. ആ ചൊല്ലിയതിന് ശേഷം നമ്മൾ മനസ്സിൽ കരുതാം, ഞാൻ സഹവിൻ്റെ സുജൂദ് ചെയ്യുന്നു എന്നുള്ളത് മനസ്സിൽ കരുതാം. അങ്ങനെ മനസ്സിൽ കരുതിയിട്ട് 2 സുജൂദ് നമ്മൾ ചെയ്യാം. ഈ 2 സുജൂദ് നിസ്കാരത്തിൽ സാധാരണ 2 സുജൂദുകൾ എങ്ങനെയാണോ നമ്മൾ ചെയ്യുന്നത് അതേപോലെ ചെയ്യാം. അപ്പോൾ നിസ്കാരത്തിൽ സാധാരണ സുജൂദുകളിൽ ചൊല്ലുന്ന സുബ്ഹാന റബ്ബിയൽ അഅ്ല വബിഹംദിഹി എന്ന ഈ തസ്ബീഹ് 3 പ്രാവശ്യം ഇതേപോലെ ചൊല്ലാം. ഇനി ഈ സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തത്തിൽ, നിസ്കാരത്തിലെ സാധാരണ സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തത്തിൽ നമ്മൾ ചൊല്ലുന്ന തസ്ബീഹ് ഉണ്ടല്ലോ, റബ്ബി ഗഫിർലി, ആ തസ്ബീഹ് പൂർണ്ണമായി അതേപോലെ തന്നെ ചൊല്ലാം. അതായത് നിസ്കാരത്തിലെ 2 സുജൂദുകൾ എങ്ങനെയാണോ, അവയുടെ ഇടയിലുള്ള ഇരുത്തം എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് സഹവിൻ്റെ 2 സുജൂദുകളും അവയ്ക്കിടയിലുള്ള ഇരുത്തവും നമ്മൾ കൊണ്ടുവരേണ്ടത്. അവസാനം നമ്മൾ ഇരുന്ന് സലാം വിട്ടുകയാണ് വേണ്ടത് 2 സുജൂദും കൂടി കഴിഞ്ഞതിന് ശേഷം. എന്നെ മനസ്സിലാക്കാം, സഹവിൻ്റെ സുജൂദ് ഒരാൾക്ക് ചെയ്യാനുണ്ടെങ്കിൽ അവന് അത്തഹിയാത്ത് ഓതുമ്പോൾ ഇഫ്തിറാഷിൻ്റെ ഇരുത്തം ഇരിക്കലാണ് നല്ലത്. ഇഫ്തിറാഷിൻ്റെ ഇരുത്തം എന്ന് വെച്ചാൽ നമ്മുടെ ഇടത് ചന്തി നമ്മുടെ ഇടത് കാലിൻ്റെ മുകളിൽ വെച്ചുകൊണ്ടുള്ള ഇരുത്തം. അതായത് സാധാരണ 2 സുജൂദുകൾക്കിടയിൽ നമ്മൾ ഇരിക്കുന്ന ആ ഒരു മോഡലിൽ, അല്ലെങ്കിൽ ആദ്യത്തെ അത്തഹിയാത്തിന് ഇരിക്കുന്ന ആ ഒരു മോഡൽ, ആ മോഡലിലാണ് നമ്മൾ ഇരിക്കേണ്ടത്. ഇനി അവസാനം സലാം വിട്ടാൻ വേണ്ടി ഇരിക്കുമ്പോൾ നമ്മൾ തവറുക്കിൻ്റെ ഇരുത്തം ഇരുന്ന് സലാം വിട്ടാവുന്നതാണ്. ആവശ്യം മനസ്സിലാക്കാം. ഇനി മറ്റേ ഇരുത്തം ഇരുന്നാലും ശരിയാകും, ഈ പറഞ്ഞ രൂപത്തിൽ, അല്ലാതെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഇരുന്നാലും ശരിയാകും. പക്ഷേ ഈ പറഞ്ഞ രൂപത്തിൽ ഇരിക്കലാണ് നല്ലത്. അതായത് സലാം വിട്ടാൻ വേണ്ടി ഇരിക്കുമ്പോഴൊക്കെ തവറുക്കിൻ്റെ ഇരുത്തമാണ്, അല്ലാത്ത ഘട്ടങ്ങളിൽ നമ്മൾ ഇഫ്തിറാഷ് ഇരുത്തമാണ് ഇരിക്കുക. ആവശ്യം മനസ്സിലാക്കാം. ഇനി ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, സഹവിൻ്റെ സുജൂദിൽ നമ്മൾ സാധാരണ നിസ്കാരത്തിൽ ചൊല്ലുന്ന തസ്ബീഹിനിക്ക് പുറമെ സുബ്ഹാന റബ്ബിയൽ അഅ്ല വബിഹംദിഹി
എന്ന ഈ തസ്ബീഹിനിക്ക് പുറമെ സുബ്ഹാന മൻ ലാ യനാമു വലാ യസ്ഹു എന്ന തസ്ബീഹ് കൂടി പറയാവുന്നതാണ്. ഇതെന്ന് വെച്ചാൽ കുറെ കൂടി ഇതിൻ്റെ അർത്ഥം നമ്മുടെ സാഹചര്യങ്ങളുമായി ഏറെ ബന്ധപ്പെട്ടത് കൂടിയാണ്. കാരണം നമുക്ക് ഈ മറവി അശ്രദ്ധയൊക്കെ ഉള്ളത് കൊണ്ടാണല്ലോ നമുക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അതുകൊണ്ടാണല്ലോ സഹവിൻ്റെ സുജൂദ് നമ്മൾ ചെയ്യുന്നതും. എന്നാൽ സുബ്ഹാന മൻ ലാ യനാമു വലാ യസ്ഹു, സുബ്ഹാന മൻ ഒരുത്തൻ്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു, അതായത് അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. എങ്ങനെയുള്ള അള്ളാഹുവാണ്? ലാ യനാമു, അവനിക്ക് ഉറക്കമില്ല. അപ്പോൾ ഉറക്കമില്ലാത്ത അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. വലാ യസ്ഹു, അവനിക്ക് മറവിയുമില്ല. അപ്പോൾ ഉറക്കവും മറവിയുമില്ലാത്ത അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. ഈ ഒരു അർത്ഥമാണ് ഇതിനിക്ക് വരാം. പറ്റുമെങ്കിൽ ഈ ദിക്ർ കൂടി സഹവിൻ്റെ സുജൂദിൽ ചൊല്ലാവുന്നതാണ്. ഇനി ഇത് ചൊല്ലിയില്ലെങ്കിലും നമ്മൾ സാധാരണ നിസ്കാരത്തിൽ ചൊല്ലുന്ന അതേ തസ്ബീഹ് നമ്മൾ സഹവിൻ്റെ സുജൂദിലും ചൊല്ലിയാൽ മതി. അതായത് നിസ്കാരത്തിൽ സാധാരണ സുജൂദിൽ ചൊല്ലുന്ന അതേ തസ്ബീഹ് ഇവിടെയും ചൊല്ലിയാൽ മതി. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം കൂടി ഞാൻ ഇങ്ങോട്ട് സൂചിപ്പിക്കുകയാണ്. നിസ്കാരത്തിൽ ഇങ്ങനെ ശ്രദ്ധ തെറ്റിപ്പോകാതെ, അല്ലെങ്കിൽ നിസ്കാരത്തിൽ ഇങ്ങനെ നമുക്ക് സംശയങ്ങളൊന്നും ഇല്ലാതെ നിസ്കരിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കുക, കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്നാമത്തത്, പുതിയ കാലത്ത് ഏറെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മൾ ഇനി സാധാരണ ഹൗസ് വൈഫ്സ് ആണെങ്കിലും അതേപോലെ തന്നെ ജോലിക്കാരാണെങ്കിലും ബിസിനസ് ചെയ്യുന്ന ആളാണെങ്കിലും വിദ്യാർത്ഥികളാണെങ്കിലും ആരാണെങ്കിലും കൂടുതൽ മിക്ക ആളുകളും ഇന്ന് സ്മാർട്ട് ഫോണുകളൊക്കെ ഉപയോഗിക്കുന്നവരുണ്ടാവും. ഈ സ്മാർട്ട് ഫോണുകൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ ചിന്തകൾ പലതരത്തിൽ പോകുന്നുണ്ട്. അത് ലോകത്തിന് വിവിധ കോണുകളിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ മൊബൈൽ സ്ക്രീനുകളിലൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും ചെയ്യേണ്ടത്, നിസ്കാരത്തിന് ബാങ്ക് വിളിച്ചാൽ നമ്മൾ മൊബൈലൊക്കെ ഒരിടത്ത് മാറ്റി വെച്ച് പ്രത്യേകം അതിനു വേണ്ടി ഒരുങ്ങാം. നല്ല രൂപത്തിൽ വൃത്തിയാവാം, നല്ല വസ്ത്രങ്ങളൊക്കെ ധരിക്കാൻ പറ്റും, നല്ല അങ്ങനെ ധരിക്കുക. ഇതിനല്ല നമ്മൾ ജോലി സ്ഥലങ്ങളിലോ പഠന സ്ഥലങ്ങളിലോ ആണ് ഉള്ളതെങ്കിൽ പോലും നമ്മുടെ ഫോണുകളൊക്കെ മാറ്റി വെച്ച് നിസ്കാരത്തിന് വേണ്ടി കോൺസെൻട്രേഷനോടെ നമ്മൾ കടന്നു പോകാം. അത് കുറേ കൂടി ഫോക്കസ്ഡ് ആവാം. നിസ്കാരത്തിന് ഒരു ഡിസിപ്ലിൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യാം. ഇന്ന സമയത്ത് നിസ്കരിക്കുന്നുള്ള വിഷയങ്ങളിലൊക്കെ അങ്ങനെ ഒരു കാര്യം നമുക്ക് ചെയ്യാം എല്ലാവർക്കും. മറ്റൊന്ന്, ബാങ്ക് വിളിച്ചാൽ പിന്നീട് നമ്മൾ നേരെ നമ്മുടെ മൈൻഡിൽ നിസ്കാരത്തെ പറ്റിയുള്ള ആലോചനകൾ വരാം. മാക്സിമം അതാത് സമയങ്ങളിൽ കൃത്യമായി ആദ്യ സമയത്ത് തന്നെ നമ്മൾ നിസ്കാരം നിർവഹിക്കാൻ ശ്രമിക്കാം. വേറൊരു കാര്യം നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്നത്, നമ്മൾ നല്ല പൂർണ്ണമായ ഉളൂ ചെയ്യാം. പറ്റുന്ന ആളുകൾ ഓരോ നിസ്കാരങ്ങൾക്ക് മുമ്പുള്ള സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ കൃത്യമായി പതിവാക്കാം. ഇനി നമ്മൾ നിസ്കാരത്തിലേക്ക് വന്നാൽ നമ്മൾ നേരെ കൈകെട്ടിയാൽ നമ്മൾ മിക്ക സമയങ്ങളിലും സുജൂദിൻ്റെ സ്ഥാനത്തേക്കാണ് നോക്കേണ്ടത്. ആ സുജൂദിൻ്റെ സ്ഥാനത്തേക്ക് തന്നെ നമ്മൾ നോക്കുക. അതിന് അത്തഹിയാത്ത് ഓതുമ്പോൾ വിരലുകൾ ഉയർത്തുമ്പോൾ വിരലിലേക്ക് നോക്കേണ്ടതും അതിനെപ്പറ്റിയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ മുമ്പത്തെ വീഡിയോകളിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇനി വരും വീഡിയോകളിലൊക്കെ അത്തരം വിഷയങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയി ചർച്ച ചെയ്യാം. എന്നാൽ ഞാൻ നിങ്ങളോട് വിഷയം പറയാം. സാധാരണ മിക്ക സമയത്ത് നമ്മൾ സുജൂദിൻ്റെ സ്ഥാനത്തേക്കായിരിക്കുമല്ലോ നോക്കാം. അപ്പോൾ ആ സുജൂദിൻ്റെ സ്ഥാനത്തേക്ക് തന്നെ നമ്മുടെ നോട്ടം കേന്ദ്രീകരിച്ച് നമ്മൾ ഫോക്കസ്ഡ് ആവാം. നമ്മളൊരു കാര്യം ചിന്തിക്കുക, ഞാനിപ്പോൾ നിൽക്കുന്നത് അള്ളാഹുവിൻ്റെ മുന്നിലാണ്. എത്തരത്തിൽ ഞാൻ അള്ളാഹുവിനെ കാണുന്നില്ല എങ്കിലും തീർച്ചയായിട്ടും അള്ളാഹു എന്നെ കാണുന്നുണ്ട് എന്നുള്ളൊരു ഉത്തമ ബോധ്യം നമുക്കുണ്ടാവാം. അതേപോലെ ഒരു പക്ഷേ ഇതെൻ്റെ ജീവിതത്തിൽ അവസാന നിസ്കാരമായേക്കാം എന്നത് കൂടി നമ്മൾ ചിന്തിക്കാം. അങ്ങനെയൊക്കെ ചിന്തിച്ച് ഒരു 5 മിനിറ്റ് സമയം, ഒരു 10 മിനിറ്റ് സമയം നല്ല ഡിസിപ്ലിൻഡ് ആയിട്ട് നമ്മൾ നിസ്കരിക്കാം. അങ്ങനെ ഡിസിപ്ലിൻഡ് ആയിട്ട് നിസ്കരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അനാവശ്യമായ സംസാരങ്ങൾ മാക്സിമം കുറക്കുക, ഓവർ തിങ്കിങ് ഒഴിവാക്കുക, അനാവശ്യമായ പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കാം. ഇങ്ങനെയൊക്കെ ചെയ്താൽ നമ്മുടെ ചിന്തകളെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇങ്ങനെ ചിന്തകളെ കൺട്രോൾ ചെയ്യാൻ പറ്റുമ്പോൾ നമുക്ക് നിസ്കാരങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഫോക്കസ് ആയിട്ട് ചെയ്യാനും പറ്റും. റബ്ബായ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നിസ്കാരങ്ങളെ പറ്റിയും അതുപോലെ മറ്റ് ഇസ്ലാമിക വിഷയങ്ങളൊക്കെ ഏറ്റവും ലളിതമായി പഠിക്കാൻ പറ്റിയ രൂപത്തിൽ ഒരു കോഴ്സ് അവൈലബിൾ ആണ്. നാഫി അക്കാഡമി എന്ന് പറയുന്ന വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള എഡ്ടെക്കിലൂടെയാണ് ഈ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഏത് പ്രായത്തിലുള്ളവർക്കും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാവർക്കും ജോയിൻ ചെയ്യാൻ പറ്റും. വളരെ ചുരുങ്ങിയ പേയ്മെൻ്റ് ആണ്. അതിൽ ഹിക്മ എന്ന് പറയുന്ന കോഴ്സിൽ നമ്മുടെ നിത്യജീവിതത്തിൽ അത്യാവശ്യം പറയുന്ന എല്ലാ വിഷയങ്ങളും പഠിക്കാൻ പറ്റും. ക്ലാസ് നോട്ട്സ് ഉണ്ടാവും, എഴുതി കാണിച്ചുകൊണ്ടുള്ള ക്ലാസ്സുകളായിരിക്കും. നിങ്ങൾക്കൊരു യൂസർ നെയിം പാസ്വേഡും ജനറേറ്റ് ചെയ്ത് തരും. ആ യൂസർ നെയിം പാസ്വേഡ് ഉപയോഗിച്ചുകൊണ്ട് നാഫി അക്കാഡമി എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ക്ലാസ്സുകൾ കേൾക്കാൻ പറ്റും. ടൈം നിങ്ങൾ ജോയിൻ ചെയ്താൽ ലൈഫ് ടൈം ആക്സസ് ആണ്. പറ്റുന്നവരൊക്കെ കോഴ്സ് നിങ്ങൾ എടുക്കാം. കാരണം ഞാൻ നിങ്ങളോടൊരു വിഷയം പറയാം, കൺവേർട്ടഡ് ആയിട്ടുള്ള മുസ്ലിംസ് പോലും ഒരുപാട് പേര് ഈ കോഴ്സ് എടുത്തു. അവർക്ക് പോലും കാര്യങ്ങളൊക്കെ ലളിതമായി പഠിക്കാൻ പറ്റുന്നുണ്ട്. അതായത് ഒരു ബേസിക് ലെവലിൽ നിന്ന് ഒരു അഡ്വാൻസ് ലെവലിലേക്കുള്ള സ്റ്റഡീസ് ഈ കോഴ്സിലൂടെ സാധിക്കും. അതുകൊണ്ട് എല്ലാവരും ഈ കോഴ്സ് എടുക്കാം. അതിനെന്തെങ്കിലും സാമ്പത്തിക പ്രയാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് ത്രൂ അറിയിക്കാവുന്നതാണ്.
നിങ്ങൾ ഈ കോഴ്സ് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി nafiacademy.com എന്ന് സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് ഡയറക്റ്റ് സബ്സ്ക്രിപ്ഷൻ എടുക്കാം. അതല്ല എങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യാം. ഏതായാലും റബ്ബായ അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളൊക്കെ നല്ല രൂപത്തിൽ പറയാനും കേൾക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് എല്ലാവരോടും ദുആ വസിയത്തോടെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.